നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പിണറായിക്കെതിരെ കേരളം പ്രതികരിക്കുമ്പോൾ മറ്റത്തൂരിലടക്കം CPMന്റെ വിക്കറ്റുകൾ വീഴുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. ജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കോടാലിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. BJP സ്ഥാനാർത്ഥികളുടെ വിജയം നാടിന്റെ ആവശ്യമാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത BJP നിലപാടിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഗ്രാമീണ വികസനത്തിന് ആവശ്യമാണെന്ന് അത് നേടിയെടുക്കാൻ BJP ഭരണത്തിൽ വരേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീധരൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. NDA ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ സന്നിഹിതരായി. കോടാലി കടമ്പോട് വഴിയാത്രക്കാരിയായ യുവതിക്ക് തെരുവുനായയുടെ കടിയേറ്റു. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. ഇവിടെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെയും തെരുവുനായ ആക്രമിച്ചു. തെരുവുനായയ്ക്ക് പേ ബാധിച്ചിട്ടുള്ളതായി സംശയിക്കുന്നു. കടിയേറ്റ യുവതിക്ക് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നൽകി. കരുവന്നൂർ പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. കരുവന്നൂർ ചെറിയപാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി അബ്ദുൾ സത്താർ ആണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് സമീപം മൂർക്കനാട് റോഡിലെ ആറാട്ടുകടവിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. ആറാട്ടുകടവിൽ ഇയാളുടെ വസ്ത്രം, ഫോൺ, ചെരുപ്പ് എന്നിവ കണ്ടെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തിയാണ് കടവിന് സമീപത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി അകമലയിൽ ഗുഡ്സ് ട്രെയിൻ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി. റെയിൽവേ ട്രാക്കിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കൽക്കരി കൊണ്ടുപോയിരുന്ന ഗുഡ്സ് ട്രെയിനിനാണ് വീൽ സ്ലീപ്പിംഗ് സംഭവിച്ചത്. അമിതഭാരത്തെ തുടർന്നാണ് വീൽ സ്ലീപ്പിംഗ് സംഭവിച്ചത് എന്നാണ് നിഗമനം. ട്രാക്കിൽ പിടുത്തം കിട്ടാത്ത വീലുകൾ വേഗത്തിൽ കറങ്ങുന്നതാണ് വീൽ സ്ലീപ്പിംഗ്. ഒടുവിൽ ഷൊർണൂരിൽ നിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ച് 10 മണിയോടെയാണ് ട്രെയിൻ അവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 1 മണിക്കൂറോളമാണ് തൃശൂർ ഷൊർണൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,910 രൂപയും പവന് 95,250 രൂപയും രേഖപ്പെടുത്തി. ചിറ്റിശ്ശേരി മുത്രത്തിൽ പറമ്പിൽ പരേതനായ കുഞ്ഞൻ ഭാര്യ തുണ്ടി അന്തരിച്ചു. 106 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൃക്കൂർ അത്താണി വടക്കേപ്പുരയ്ക്കൽ പരേതനായ ഉണ്ണികൃഷ്ണൻ ഭാര്യ ജാനകി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുരളീധരൻ, വിദ്യ എന്നിവർ മക്കളും നിഷ, ജയപ്രകാശ് എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.